Good morning, guys, and welcome back to our YouTube channel. അപ്പം കുറച്ചായല്ലോ ഈദ് വ്ളോഗ് ഇടാമെന്ന് പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്നാണ് ഒന്ന് ഫ്രീ ആയത്. കുറേ കാര്യങ്ങളായിട്ട് അത് ബിസി ആയിപ്പോയി. അതിനെക്കൊണ്ട് തന്നെ വീഡിയോ ലേറ്റ് ആയതും. അപ്പം രാവിലെ എണീറ്റു, പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയാലും പണികളൊക്കെ തീർത്തു. ഇനി നമുക്ക് പെട്ടെന്നൊന്ന് താഴോട്ട് പോകണം. അപ്പോൾ ഇന്നലെ നൈറ്റ് ഇട്ട മൈലാഞ്ചി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കളർ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ല കളറായിക്കോളും. ഇനി നമുക്ക് കിച്ചണിൽ പോയിട്ട് നല്ല പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സമൂസ ഉണ്ടാക്കണം, പിന്നെ ബിരിയാണി വെക്കണം, ബിരിയാണി ഉണ്ടാക്കണം. പിന്നെ ബിരിയാണീൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുത്തുകൊണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വലിയ പണികളൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ രാവിലെ എണീറ്റു, നമുക്ക് ചായ, വെള്ളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം അത് അവിടെ സൈഡിലാവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സമൂസം കൂടി അങ്ങോട്ട് സെറ്റാക്കി എടുക്കുക. രാവിലെ പള്ളിയിൽ പോണതിൻ്റെ മുന്നേ സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ടാണല്ലോ എല്ലാവരും പള്ളിയിൽ പോവാറ്. അപ്പം അതിനുള്ള ചട്ടിപ്പത്തിരി ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ സമൂസ റെഡിയാക്കിയിരിക്കണം. ഇതിൻ്റെ ഫില്ലിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇന്നലെ ചെയ്തു വെച്ചതുകൊണ്ട് തന്നെ വലിയ പണികൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഈ പണികൾ വേഗം സടുകൂടി എന്ന് പറഞ്ഞ് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പുറത്ത് എല്ലായിടത്തും കറങ്ങാനൊക്കെ പോകണം. പക്ഷേ ആ വരുന്നതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഈ പണികളും തീർക്കണം, നിസ്കാരം തീർക്കണം, എല്ലാ പണികളും തീർത്ത് വെച്ചിട്ട് വേണം നമുക്ക് പോകണം. മാറ്റുന്നതിൻ്റെ മുന്നേ അതൊന്നല്ലല്ലോ, നമുക്ക് വീഡിയോസ് കൊടുക്കണമല്ലോ. അപ്പം കുറച്ചെന്തായാലും ടൈം നമുക്ക് എല്ലാത്തിനും കൺസ്യൂം ആവും. അപ്പം പിന്നെ ഓരോന്ന് പെട്ടെന്ന് തന്നെ പണി തീർത്ത് വെക്കാം. എല്ലാവരും ഇതാ ഫ്രഷ് ആവലും പണികളും കാര്യങ്ങളൊക്കെ ഒരാൾ വിരിച്ചിട്ടുണ്ട്, ഒരാൾ കുളിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിലാണ്. അപ്പോൾ നമുക്ക് ഇതാ വേഗം തന്നെ ഒന്ന് സെറ്റാക്കി എടുത്തുങ്ങാണ്ട് പിന്നെ എല്ലാവർക്കും ഒന്ന് ചായ അടിക്കുക. പിന്നെ ഓരോരുത്തർ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോകാമല്ലോ. എല്ലാം നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാ സമൂസ ചട്ടിപ്പത്തിരിയൊക്കെ റെഡിയായി. പിന്നെ ഞാനും ഇതൊക്കെ കഴിച്ചു. പിന്നെ ഇനി നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര പ്ലാനിങ്ങാണ്. പക്ഷേ എല്ലാ പ്ലാനിങ്ങും ആ ടൈമിൽ നടക്കാറില്ല. കാരണം ഞാനിതൊന്ന് പെട്ടെന്ന് ഇതൊക്കെ തീർത്തിട്ട് വേണം എനിക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു ബിറ്റ് കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം എല്ലാം പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കലാണ്. വേഗം ചായ കുടിച്ചതിന് ശേഷം സംസ്കാരം പരിപാടികളൊക്കെ തീർന്ന് ഫ്രഷ് ആവണം. ഒന്നുകൂടി ഫ്രഷ് ആവണം. കാരണം കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ ചൂടെടുക്കുന്ന കാര്യം പറയേ വേണ്ട. ഭയങ്കര മഴയൊക്കെ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തൊന്ന് വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ ഉണ്ടാവും. പക്ഷെ രാവിലത്തെ ആ ചൂടുണ്ടല്ലോ, അതൊന്നൊന്നര ചൂടാണ്. വെയിലൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ കിടന്നായിട്ട് വിങ്ങുക ചെയ്യുക. അപ്പം പിന്നെ എന്തായാലും കിച്ചണിൽ അത്രയും നേരം കുക്ക് ചെയ്താൽ ചൂടത്ത് നിൽക്കുന്നതല്ല. അപ്പം എന്തായാലും ഒന്ന് ഫ്രഷ് ആവാണ്ട് ഇനി റെഡിയായാൽ ശരിയാവില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം വേഗം പോയി റെഡിയാവാം. അതിൻ്റെ ഇടയിൽ കിച്ചണിൽ വന്ന് നോക്കിയപ്പം നമുക്കിന്ന് ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ ഫിഷ് നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം നമുക്ക് പെരുന്നാൾ പൈസ കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഞാൻ ഒന്ന് വേഗം പെട്ടെന്ന് റെഡിയായി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്ടല്ലോ. അപ്പോൾ പിന്നെ വന്നതിന് ശേഷം പള്ളിയൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ വേറെ ഡ്രസ്സ് ഇട്ടു. പിന്നെ ഒന്ന് കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ നമ്മളെ ഫിഷ് ബിരിയാണി ഇനി ദമ്മിടുന്ന പരിപാടിയാണ്. അതും കൂടി ആയിട്ടുണ്ട്. കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് ദമ്മിട്ട് അങ്ങോട്ട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കുകയേ വേണ്ട. പിന്നെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഫുഡിൻ്റെ പരിപാടിക്ക് നിൽക്കണ്ടല്ലോ. അങ്ങനെ ഫുഡ് ഒരു സൈഡിലാവണ്, ചിക്കൻ പൊരിയുന്ന ഒരു സൈഡിൽ. അങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോയി. സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. മക്കൾ ഇതേമാതിരി പള്ളിയിൽ പോയതിന് മോന്. അപ്പോൾ ഓനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കലും കാര്യങ്ങളും വർത്താനം പറയലൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ എല്ലാവരുടെ വീടും ഇവിടെ കുറച്ച് അടുത്തടുത്താണ്. അപ്പോൾ പിന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകലും കയറലും അവിടുന്ന് ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും ഇതൊക്കെ തന്നെ പരിപാടി. അതാണല്ലോ നമ്മളെ ഈദ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോവുക, എൻജോയ് ചെയ്യുക, കുറേ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ ഐറ്റംസ് ആയിരിക്കും. ഒരു സ്ഥലത്ത് വെള്ളമാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡ്, അങ്ങനെ പല പല ഐറ്റംസാണ് ഓരോ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കയറി കണ്ടിരിക്കുക. പിന്നെ തറവാട്ടിൽ പോയപ്പോൾ പലതരം സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് പേരൊന്നും ചോദിക്കരുത്, ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പലതരം വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഒന്ന് ഉറങ്ങി. നല്ല ലേറ്റായിട്ടാണ് ഇന്നലെ വന്നത്. അപ്പോൾ പിന്നെ വേഗം പോയി കിടന്നുറങ്ങി. പിന്നെ ഒരു 2:30 ആയതിന് ശേഷമാണ് എണീറ്റ് ഫുഡൊക്കെ കഴിച്ചു.
പിന്നെ കിടന്നുറങ്ങുക, പിന്നെ ഫുഡ് കഴിക്കുക, അതൊക്കെ തന്നെയാണല്ലോ നമ്മളെ മെയിൻ പരിപാടി, പിന്നത്തെ പരിപാടി. ഞാൻ പിന്നെ കിടക്കാനൊന്നും നിന്നിട്ടില്ല. ഞാൻ കുറച്ച് നേരം യൂട്യൂബൊക്കെ കണ്ട് ഫെറാഷോ കഴിച്ച് ഫിലിമൊക്കെ കണ്ട് ഇങ്ങനെ ചില്ല് ചെയ്തിരുന്നു. പിന്നെ ഒരു 6:30 ഒക്കെ ആയപ്പോൾ തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങി ആൻറ്റീൻ്റെ വീട്ടിൽ പോയി. അവിടെ ഇതേമാതിരി എല്ലാവരും ഉണ്ടായിരുന്നു. ഓരോടെല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കലും അങ്ങനത്തെ ഓരോ പണികളൊക്കെ നീ. പിന്നെ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്നും ഇതേ സെയിം കാര്യം തന്നെ, വർത്തമാനം പറയലുണ്ടാക്കലും ആൻറ്റിയും അങ്കിളൊക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് വർത്തമാനം പറഞ്ഞിരിക്കലും ഇതൊക്കെ ആയിട്ട് പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ റോട്ടുമ്മൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ പതിവാണല്ലോ. അത് പിന്നെ പ്രത്യേകിച്ച് ഈദൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആണല്ലോ. പിന്നെ ഒരു 9:30 ആയതിന് ശേഷം ഞങ്ങൾ നേരെ വിട്ടു ഹൈലൈറ്റിലേക്കല്ല, ഹഗ്ഗാമഗ് ബിസിനസ് പാർക്കിലേക്ക് പോയി. ഹഗ്ഗാമഗ് പോയി നല്ല ഫുഡൊക്കെ കഴിക്കുക എന്നുള്ള പ്ലാനിൽ അവിടെ പോയി. അപ്പം കസിനും ഫാമിലിയൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇതാ ഒരു ക്യാപ്പച്ചിനോ ലോഡർ ഫ്രൈസ് അല്ല, ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ പാസ്തൊക്കെ ഓർഡർ ചെയ്തു. കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നു. പിന്നെ ഓരോ വരും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ വന്നതിന് ശേഷം അവിടുന്ന് പിന്നെ സീതാപാനി പോയി. പിന്നെ അവിടെയും പോയി ഫുഡ് കഴിച്ചു. ഇതൊക്കെ തന്നെയായിരുന്നു പെരുന്നാൾ. ഞങ്ങളെ പെരുന്നാൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അവിടെയും ഇവിടെയും പോവുക, അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ അവിടെ എല്ലാവരും കൂടിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ ടൈം പോണതേ അറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഹഗ്ഗാമഗിലിരുന്ന്, പിന്നെ ഹഗ്ഗാമഗിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഷോർട്സിലും കാര്യങ്ങളിലൊക്കെ ഞാൻ തന്നെ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, നല്ല അടിപൊളി ഫുഡാണ്. പിന്നെ അവിടുന്ന് സീതാപനിയിലേക്ക് ഇനി പോയിനി. അവിടുന്ന് ഇതേമാതിരി ലോഡഡ് ഫ്രൈസും അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചു. എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം 2:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഏകദേശം സമയം എത്ര ആയിട്ടുണ്ടാവും അറിയാമല്ലോ, 3:30 കഴിഞ്ഞിട്ടുണ്ടാവും എടുക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളെ ഇത് കാര്യങ്ങളൊക്കെ. പിറ്റേന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷോർട്സിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യലുണ്ട്. എല്ലാം നമ്മളെ റംസാൻ്റെ എല്ലാ വീഡിയോസും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യലുണ്ട്. അപ്പം ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി ഫോളോ ചെയ്യുക. ഞങ്ങളെ സെയിം പേര് തന്നെ, നെഹന ഷാനിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നേ തന്നെ വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ബിഗ് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുണ്ടെന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.